ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ത്രെഡഡ് ബൈനറി ട്രീ. നോർമൽ കേസിൽ നമ്മൾ ബൈനറി ട്രീയെ റെപ്രസെന്റ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഈ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത കേസിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം സപ്പോസ് ഇപ്പോൾ n നോഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ട്രീയിൽ ബൈനറി ട്രീയിൽ n നോഡ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 2 × n ചെയ്താൽ മതി. ഓക്കെ, ഇനി അവിടുത്തെ നൾ ലിങ്കുകളുടെ എണ്ണം കാണണമെങ്കിൽ n+1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഇതൊരു ബൈനറി ട്രീയുടെ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് എത്ര നോഡുകളുണ്ട്, നമ്പർ ഓഫ് നോഡ് n എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. 5 നോഡ്, അതായത് 1 2 3 4 5 5 നോഡുകളാണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? 2 × n ചെയ്താൽ മതി അല്ലെ. 2 × n ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഓരോ നോഡിലും എന്താണ് 2 ലിങ്ക് വീതം ഉണ്ട് അല്ലെ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ലിങ്ക് വീതം ഉണ്ട്. അതായത് ഓരോ നോഡിലും ഈ 2 ലിങ്ക് വീതമാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, 2 × n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് കിട്ടും അല്ലെ. ഇനി ഇവിടുത്തെ നൾ ലിങ്കുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? നൾ ലിങ്ക് എന്ന് പറയുന്നത് കാണണമെങ്കിൽ n+1 ചെയ്താൽ മതി. അപ്പം 6 എന്ന് കിട്ടും നമുക്ക് ആൻസർ അല്ലെ. n എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് 6 എന്നായിരിക്കും ആൻസർ കിട്ടുക. നൾ ലിങ്ക് 6 ലിങ്ക് ഉണ്ട്. അത് ഇവിടെ നോക്കിയാൽ നൾ ലിങ്ക് ഇവിടെ 1 2 3 4 5 6 അല്ലെ. അതായത് ആ 0 എഴുതിയത് നോക്കിയാൽ മതി. 1 2 3 4 5 6. സോ 6 ആണ് നമ്മുടെ നൾ ലിങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നൾ ലിങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ മെമ്മറിയിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നൾ ലിങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുന്നത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഈ ഡിസഡ്വാൻറ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡഡ് ബൈനറി ട്രീസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വരുന്ന മെയിൻ പ്രോബ്ലം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരുന്ന എവിടെയാണ്? ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബൈനറി ട്രീയെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പം അവിടെ നൾ ലിങ്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡഡ് ബൈനറി ട്രീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നൾ ലിങ്കുകളെ, അപ്പം ഈ ത്രെഡഡ് ബൈനറി ട്രീയിൽ നമ്മൾ നൾ ലിങ്കിനെ നമ്മൾ ത്രെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റർ, ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ത്രെഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോയിന്റർ ആണ്. ഓക്കെ, അപ്പം നൾ ലിങ്കുകളെ നമ്മൾ ത്രെഡ് എന്ന പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നോഡുകളിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്: എൽ ചൈൽഡ് എന്ന് പറയുന്നത്, അതായത് ഒരു നോഡിന്റെ എൽ ചൈൽഡ് എം ടി ആണെങ്കിൽ നമ്മൾ ഇൻഓർഡർ പ്രീഡിസസറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ആർ ചൈൽഡ് എന്ന് പറയുന്ന എം ടി ആണെങ്കിൽ നമ്മൾ ഇൻഓർഡർ സക്സസറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകും. സോ ഈ ഒരു ബൈനറി ട്രീ നോക്കുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന ബൈനറി ട്രീ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഇതിനെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുക. ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് 4 2 5 1 3 എന്നാണ്. ഓക്കെ, 4 2 5 1 3 ഇതാണ് നമ്മൾ ഇൻഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ ഒരു ബൈനറി ട്രീ ഉണ്ട്, അതിന്റെ ഇൻഓർഡർ നമ്മൾ ചെയ്യുക. ഇൻഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടും. ഓക്കെ, ഇനി ഈ ബൈനറി ട്രീയുടെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഡോട്ടഡ് ലൈൻസ് ആണ് എന്ത്? ത്രെഡ് പോയിന്റർ എന്ന് പറയുന്നത്. ഈ ഡോട്ടഡ് ആയിട്ട് ഇട്ടേക്കുന്ന ലൈൻ ആണ് ത്രെഡ് പോയിന്റർ. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോയിന്റ് ചെയ്യിപ്പിച്ചെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എൽ ചൈൽഡ് എന്ന് പറയുന്നത് എം ടി ആണെങ്കിൽ ഇൻഓർഡർ പ്രീഡിസസറിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. ആർ ചൈൽഡ് എം ടി ആണെങ്കിൽ ഇൻഓർഡർ സക്സസറിലേക്ക് പോയിന്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എൽ ചൈൽഡും ആർ ചൈൽഡും ഒക്കെ ഏതെങ്കിലും എം ടി ആയിട്ടുള്ള നോഡ് ഉണ്ടോ എന്ന് നോക്കുക. സോ ഇവിടെ 3, ഈ 3 എന്ന ഡാറ്റ എഴുതിയേക്കുന്ന ഈ നോഡ് കണ്ടോ? ഇവിടെ എൽ ചൈൽഡും എം ടി ആണ്, ആർ ചൈൽഡും എം ടി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എൽ ചൈൽഡ് എന്ന് പറയുന്ന എം ടി ആണ്. സോ എൽ ചൈൽഡ് എം ടി ആണെങ്കിൽ ഇൻഓർഡർ പ്രീഡിസസറിലേക്ക് പോയിന്റ് കൊടുക്കുക അല്ലെ. അപ്പൊ ഈ 3യുടെ ഇൻഓർഡർ പ്രീഡിസസർ ഏതാ? ഇൻഓർഡർ പ്രീഡിസസർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. പ്രീഡിസസർ എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകിൽ വരുന്നതാണ്. സക്സസർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം 1 ആണ് പ്രീഡിസസർ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ത്രെഡ് ലിങ്ക് ഞാൻ 1ലേക്ക് കൊടുത്തത്. ഇനി 3യുടെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്ന എം ടി ആണ്. സോ അത് എന്ത് ചെയ്യണം? ഇൻഓർഡർ സക്സസറിലേക്ക് കൊടുക്കണം. സോ നോക്കിക്കഴിഞ്ഞാൽ 3യുടെ ഇൻഓർഡർ സക്സസർ നോക്കുക. ഇൻഓർഡർ സക്സസർ ഒന്നുമില്ല അല്ലെ. അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു സംഭവം. അപ്പം അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് വെറുതെ ഒരു പോയിന്റർ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പോയിന്ററിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇത് എങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെ വരുന്ന പോയിന്ററിനെ പറയുന്ന പേരാണ് ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് 5ന്റെ കേസ് നോക്കി. 5 എന്ന ഡാറ്റ എഴുതിയിട്ടുള്ള ഈ ഒരു നോഡ് നോക്കുക. ഇതിനും എൽ ചൈൽഡും ഇല്ല, ആർ ചൈൽഡും ഇല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ 5ന്റെ എൽ ചൈൽഡ് എം ടി ആണെങ്കിൽ ഇൻ ഓർഡർ പ്രീഡിസസറിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ 5ന്റെ പ്രീഡിസസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ടാണ് ഞാൻ എൽ ചൈൽഡ് നേരെ 2ലേക്ക് പോയിന്റ് ചെയ്തത്. ആർ ചൈൽഡ് എങ്ങോട്ട് കൊടുത്തു? ഇതിന്റെ സക്സസറിലേക്ക് കൊടുത്തു, 1ലേക്ക് കൊടുത്തു. സോ അതുകൊണ്ട് 1ലേക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ 4ന്റെ കേസും. ഈ 4 ഡാറ്റ എഴുതിയേക്കുന്ന ഈ ഒരു നോഡിന്റെ കേസാണിത് അല്ലെ. അവിടെ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ 2ലേക്കാണ് കൊടുക്കുന്നത് അല്ലെ. 2 എന്ന് പറയുന്നത് എന്താണ്, 4ന്റെ ഇൻ ഓർഡർ സക്സസർ ആണ് അല്ലെ. 2ലേക്ക് കൊടുത്തു. കാരണം ഇവിടെ ഇത് ആർ ചൈൽഡ് ആണ്, ആർ ചൈൽഡ് എം ടി ആയതുകൊണ്ട് നമ്മൾ സക്സസറിലേക്ക് കൊടുത്തു. ഇനി ഇതിന്റെ എൽ ചൈൽഡ് ആണ്, എം ടി ആണ്. എൽ ചൈൽഡ് എം ടി ആണെങ്കിൽ 4ന് എന്ത് ചെയ്യുക, പ്രീഡിസസറിലേക്ക് കൊടുക്കാൻ. അപ്പം ഈ 4ന് പ്രീഡിസസർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വെറുതെ ഒരു പോയിന്റർ വെറുതെ ഇങ്ങനെ കൊടുത്തു. സോ ഇതും ഒരു ഡാഗ്ലിംഗ് പോയിന്റർ ആണ്. ഓക്കെ, അതായത് എങ്ങോട്ടും പോയിന്റ് ചെയ്തിട്ടില്ലാത്ത പോയിന്റേഴ്സിനെയാണ് നമ്മൾ ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക, ഈ ത്രെഡ് റെപ്രസെന്റേഷൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ത്രെഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു പ്രശ്നം പിന്നെ വന്നിട്ടുണ്ട്. അതാണ് ഈ ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സുകളുണ്ട്. സോ ഈ ഒരു ത്രെഡഡ് ബൈനറി ട്രീയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡാഗ്ലിംഗ് പോയിന്റർ ആണ് അല്ലെ. എന്ന് വെച്ചാൽ എങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നില്ല. അതായത് ഡാഗ്ലിംഗ് പോയിന്റർ 2 കേസ് വരും. എങ്ങനെയാണ് വരുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡിന്റെ ലെഫ്റ്റ് പോയിന്റർ ഡാഗ്ലിംഗ് പോയിന്റർ ആയിരിക്കും എപ്പോഴും. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡിന്റെ ലെഫ്റ്റ് പോയിന്റർ എന്ന് പറയുന്നത് എപ്പോഴും ഡാഗ്ലിംഗ് പോയിന്റർ ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് മോസ്റ്റ് ചൈൽഡിന്റെ റൈറ്റ് പോയിന്റർ എന്ന് പറയുന്നതും എപ്പോഴും ഡാഗ്ലിംഗ് പോയിന്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ത്രെഡഡ് ബൈനറി ട്രീയുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. സോ അതിനു മുമ്പേ നമുക്ക് ഈ ഒരു ത്രെഡഡ് ബൈനറി ട്രീയെ എങ്ങനെ മെമ്മറി റെപ്രസെന്റ് ചെയ്യും? ഓക്കെ, നമ്മൾ നോർമലായിട്ട് നമ്മളൊരു ബൈനറി ട്രീയെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എൽ ചൈൽഡ്, ഡാറ്റ, ആർ ചൈൽഡ് അല്ലെ. ഈ 3 ഫീൽഡ് മാത്രമേ ഉള്ളൂ. എൽ ചൈൽഡും വരും, ഡാറ്റയും വരും, ആർ ചൈൽഡും വരും അല്ലെ. പക്ഷെ ത്രെഡഡ് ബൈനറി ട്രീയുടെ കേസിൽ നമ്മൾ ത്രെഡ് പോയിന്റർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എൽ ത്രെഡും കൊടുത്തു, ആർ ത്രെഡും കൊടുത്തു. സോ ഇതാണ് നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഓരോ നോഡും ഇങ്ങനെ ആയിരിക്കും. എൽ ത്രെഡ്, എൽ ചൈൽഡ്, ഡാറ്റ, ആർ ചൈൽഡ്, ആർ ത്രെഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെമ്മറിയിൽ ത്രെഡഡ് ബൈനറി ട്രീ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ എൽ ത്രെഡ്, ആർ ത്രെഡ് എന്നൊക്കെ പറയുന്ന ബൂളിയൻ വേരിയബിൾസ് ആണ്. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, 1, 0 വാല്യൂസ് വരാം അവിടെ. ട്രൂ, ഫോൾസ്, അതാണല്ലോ ബൂളിയൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ എൽ ത്രെഡും ആർ ത്രെഡും എന്ന് പറയുന്നത് ബൂളിയൻ വേരിയബിൾസ് ആണ്. അവിടെ ട്രൂ വാല്യൂ വരാം, ഫോൾസ് വാല്യൂ. 1 വരുവാണെങ്കിൽ ട്രൂ എന്നാണ്, 0 വരുവാണെങ്കിൽ ഫോൾസ് എന്നാണ്. ഓക്കെ, ഇനി എൽ ത്രെഡ് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ അതെന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എൽ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ത്രെഡ് പോയിന്റർ ആയിരിക്കും. എൽ ത്രെഡ് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ എൽ ചൈൽഡ് എന്ന് പറയുന്നത് ത്രെഡ് പോയിന്റർ ആയിരിക്കും. ഇനി എൽ ത്രെഡ് എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ, ഈ എൽ ത്രെഡിന്റെ അവിടെ ഫോൾസ് വാല്യൂ വരുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എൽ ചൈൽഡ് എന്ന് പറയുന്നത് നോർമൽ പോയിന്റർ, ത്രെഡ് പോയിന്റർ അല്ല, നോർമൽ പോയിന്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡാഗ്ലിംഗ് പോയിന്ററിന്റെ കേസ് പറഞ്ഞു അല്ലെ. ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞു. സോ ആ ഡാഗ്ലിംഗ് പോയിന്ററിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹെഡ് നോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡ് നോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക. സോ ഈ ഏറ്റവും ടോപ്പിൽ കാണിച്ചേക്കുന്നുണ്ടോ, അതാണ് ഹെഡ് നോഡ് എന്ന് പറയുന്നത്. സോ ഈ ഹെഡ് നോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാഗ്ലിംഗ് പോയിന്ററിനെ റിമൂവ് ചെയ്തത്. അതായത് ഇവിടെ നിന്ന് വരുന്ന ലെഫ്റ്റ് മോസ്റ്റ് നോഡിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് അല്ലെ, എൽ ചൈൽഡ് എന്ന് പറയുന്നത് ഡാഗ്ലിംഗ് പോയിന്റർ ആയിരിക്കും എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് വരുന്ന ഡാഗ്ലിംഗ് പോയിന്റർ ആണ് ഈ തന്നിരിക്കുന്നത്. ഡാഗ്ലിംഗ് പോയിന്ററിനെ നമ്മൾ നേരെ ഇവിടേക്ക് റെപ്രസെന്റ് ചെയ്തു, നേരെ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു അല്ലെ. അതായത് ഇതൊരു ഹെഡ് നോഡാണ്. ഈ ഹെഡ് നോഡിലേക്കാണ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ലാസ്റ്റിനെ കണ്ടോ, ഇവിടുന്ന് നേരെ ഹെഡ് പോയിന്ററിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഈ ഹെഡ് നോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാഗ്ലിംഗ് പോയിന്ററിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് മീൻസ് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യിപ്പിക്കാം. ഡാഗ്ലിംഗ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോയിന്റ് ചെയ്യാതെ വെറുതെ നിൽക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഹെഡ് നോഡിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാം. ഇനി ഇവിടെ നോക്കിയാൽ ഓരോ നോഡുകളും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഓരോ നോഡിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലെ. ഓരോ നോഡ് നോക്കി നമുക്ക് മനസ്സിലാകും. എൽ ത്രെഡ്, എൽ ചൈൽഡ്, ഡാറ്റ, ആർ ത്രെഡ്, ആർ ചൈൽഡ്, ആർ ത്രെഡ്. ഓക്കെ, അപ്പം ഓരോ നോഡും നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതിയിലാണ്, നേരത്തെ പറഞ്ഞ ആ ഒരു നോഡ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവിടെ ഓരോ നോഡുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഡോട്ടർ ലൈൻസ് ഒക്കെ ത്രെഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ത്രെഡഡ് ബൈനറി ട്രീസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ത്രെഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. സോ ത്രെഡഡ് ബൈനറി ട്രീയുടെ അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോർമൽ ആയിട്ട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ നൾ ലിങ്കുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലേ. അപ്പൊ നൾ ലിങ്കിന്റെ എണ്ണം കൂടുതലാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡ് പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള നോഡുകളിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യിപ്പിക്കുന്നത്.
ഓക്കെ, അപ്പൊ നൾ ലിങ്കിനെ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ശരിക്കും ഈ ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് പോയിന്റേഴ്സ് നമ്മൾ ഈ ഒരു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ത്രെഡഡ് ബൈനറി ട്രീ. താങ്ക് യു.